ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ സാന്ത്വനം ട്യൂവിന്റെ ഇന്നത്തെ വിശേഷത്തിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലെ 6 മണിക്ക് എനിക്ക് ഇടാൻ പറ്റിയില്ല, കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ എല്ലാ ദിവസവും കൃത്യമായിട്ട് തന്നെ ഞാൻ ഇടാൻ നോക്കാം നാളെ മുതൽ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ സാന്ത്വനം ട്യൂവിന്റെ ഇന്നത്തെ വിശേഷം തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ആര്യൻ നമ്മുടെ മിത്രയുടെ അടുത്ത് പറയുന്നുണ്ട്, എടോ എന്നാലും താന് അങ്ങനെ കയറി ഇടപെടേണ്ട കാര്യമില്ല. ഞാനും അലോകും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഞാൻ അവിടെ വെച്ച് അടിച്ചു തീർക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അവനെ പേടിയായിട്ടല്ല. ഞാൻ കൈവച്ച നിനക്കറിയാലോ മിത്രേ. പക്ഷേ എന്റെ ധർമ്മമാമനെ ഓർത്ത് മാത്രമാണ് ഞാൻ ആ കടയ്ക്കകത്ത് ഇന്ദിരാ സ്റ്റോഴ്സിൽ വെച്ചിട്ട് ഉദ്ഘാടന ദിവസമായ ഇന്നലെ തന്നെ ഞാൻ അവിടെ ബഹളം ഉണ്ടാക്കാനായിട്ട് നിൽക്കാത്തത്. അല്ലാണ്ട് എനിക്ക് അവനെ അടിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. താൻ എന്തിനാണ് അത് ഇങ്ങനെ ഇത്രയും ഇതാക്കി എടുത്തത് എന്നൊക്കെ ചോദിച്ച് ആര്യൻ നമ്മുടെ മിത്രയെ വഴക്ക് പറയണം. എങ്കിലും മിത്രയ്ക്ക് അലോകിനിട്ട് തല്ല് കൊടുത്തെങ്കിലും ഒരു തൃപ്തി ആയിട്ടില്ല. കാരണം തന്റെ ഭർത്താവായ ആര്യൻ ആര് പറയണതും മിത്രയ്ക്ക് അത്ര ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാകുന്നത്. അങ്ങനെ ആര്യൻ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് മിത്രെ. ഇതേ സമയത്ത് നമ്മുടെ ഗോമതി വന്നിട്ട് നമ്മുടെ മിത്രയുടെ അടുത്ത് പറയുന്നുണ്ട്, ആര്യം പോയി കഴിഞ്ഞപ്പോ, മോൾ അതൊന്നും കാര്യമാക്കണ്ട. നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ സ്നേഹമുള്ള ഭാര്യമാര് ഈ രീതിയിൽ തന്നെ പ്രതികരിക്കണേ. മോൾ അതോർത്ത് സങ്കടപ്പെടണ്ട കേട്ടോ, അവൻ പറയണത് കാര്യമാക്കാനേ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത്, നമ്മുടെ ബാലൻ വന്ന് ഇങ്ങനെ റൂമിൽ ഇരിക്കണം. അപ്പൊ നമ്മുടെ ഗോമതി വെള്ളം കൊണ്ട് കൊടുക്കാനായിട്ട് വിളിച്ചിട്ട് കൂടി ബാലൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കാനുണ്ടോ. ബാലന്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമമൊക്കെയാണ്. കാരണം താൻ ജീവിതത്തിൽ പരാജയപ്പെട്ട് പോവാണ്. ഇങ്ങനെയായ തന്റെ ജീവിതം, തന്റെ കുടുംബം എങ്ങനെ ഇനി മുന്നോട്ട് പോകും. ഇപ്പൊ തന്നെ തന്റെ ഒരു ആച്ചായിരുന്നു തന്റെ ഗോമതി സ്റ്റോർ. ഇത്രയും വർഷങ്ങളായിട്ട് തന്റെ അധ്വാനം, തന്റെ കൂടെ തന്റെ മക്കളും ധർമ്മനും അങ്ങനെ ഒരുപാട് പേര്, രാമേട്ടന്റെ ഒക്കെ ഒരു അധ്വാനം തന്നെയാണ് നമ്മുടെ ഗോമതി സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇത്രയും ഇങ്ങനത്തെ ഒരു രീതിയിൽ ആയിപ്പോയതിൽ അവർക്കൊരു ബാലന് ഭയങ്കര ഒരു വിഷമമുണ്ട്. അപ്പൊ ബാലൻ ചിന്തിക്കുകയാണ്, ഇനി എന്താ ചെയ്യാൻ പറ്റുക. ഇങ്ങനെ ആയാലും എങ്ങനെയാ മുന്നോട്ട് പോകാം. മനസ്സ് തളർന്നു പോണു, കയ്യിൽ നിന്ന് വിട്ടു പോണത് പോലെ. അപ്പൊ ഗോമതി വിളിച്ചിട്ട് കൂടി ബാല അറിയുന്നില്ല. അവസാനം ഗോമതി ഉറക്കെ ചെന്ന് അടുത്ത് തട്ടി വിളിക്കണേ, എന്താ ബാലേട്ടാ ഇത്, വിളിച്ചിട്ട് കൂടി ബാലേട്ടനെ അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, നമുക്ക് ഈ ഗോമതി സ്റ്റോർ അങ്ങ് നിർത്തിയാലോണോ. എന്തോ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി പറ്റൂന്ന് തോന്നുന്നില്ല. കാരണം എന്തോ പരാജയപ്പെട്ട്, ഇന്ന് തന്നെയാണെങ്കിലും വളരെ ചെറിയൊരു കച്ചവടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ബാലേട്ടാ, ധർമ്മൻ ഒരു കട തുടങ്ങി എന്നതിന്റെ പേരിൽ നമ്മൾ തളരേണ്ട കാര്യം എന്തിരിക്കണോ. നമ്മുടെ ഗോമതി സ്റ്റോർ, നമ്മുടെ ഇപ്പൊ ധർമ്മനോ അല്ലെങ്കിൽ ഈ സ്ഥാനത്ത് മറ്റൊരാള് വന്ന അവരെ കണ്ടിട്ടാണോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അതിന്റെയൊക്കെ ആവശ്യമുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ഗോമതി ബാലനെ ഉപദേശിക്കുകയാണ്. പക്ഷെ എന്തോ ബാലനാകെ തളർന്നു പോവാണ്. എന്തിനാ ബാലേട്ട കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന. അപ്പോഴേക്കും നമ്മുടെ ബാലൻ പറഞ്ഞു, എനിക്കറിയാം നമ്മുടെ ഒരു വരുമാന മാർഗം അതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തോ ഇപ്പൊ മനസ്സ് മുന്നോട്ട് പോകുന്നില്ല. ജീവിതത്തിൽ എപ്പോഴും പരാജയപ്പെട്ട് പോകുന്ന പോലെ തോന്നുക ഗോമതി. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അങ്ങനെ തളരരുത് ബാലേട്ടാ. ഇപ്പൊ ഞങ്ങള് പെണ്ണുങ്ങള് അടുക്കളയിൽ കയറുന്നുണ്ട്. അടുക്കളയിൽ കയറുമ്പോൾ ചില ദിവസം കറി നന്നായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ കൂടിയും ചിലപ്പോ ഉപ്പ് കൂടിപ്പോവും, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മധുരം ചായക്ക് ഇടുമ്പോ കൂടിപ്പോവും. അപ്പൊ അങ്ങനെ കൂടിപ്പോയാൽ നിങ്ങൾ വഴക്ക് പറയും എന്ന് കരുതി പിറ്റേ ദിവസം ഞങ്ങള് അടുക്കളയിൽ കയറാണ്ടാണോ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഉണ്ടാക്കിയ കറി മോശപ്പെട്ട് കുറ്റപ്പെടുത്തിയെന്ന് കരുതിയിട്ട് പിന്നെ ജീവിതത്തിൽ ആ കറി ഉണ്ടാക്കാതെയാണോ ബാലേട്ട ഇരിക്കുന്നത്. ഇല്ല, നാളെയും ഉണ്ടാക്കും. അതങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം. ഒരു ബിസിനസ് ആണുങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്മാറി പോവല്ല, വീണ്ടും അടുത്ത് എന്ത് ചെയ്യണം, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന ചിന്താഗതിയോട് കൂടി നമ്മൾ ചിന്തിച്ച് അനുയോജ്യമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ എന്തിനാ മനസ്സ് തളരുന്ന. ഇപ്പൊ ഗോമതി സ്റ്റോർ കൊടുത്തു എന്ന് കരുതിയിട്ട് ദേവിയുടെ പ്രശ്നം തീരുമോ, നമ്മുടെ ആനന്ദ് മോന്റെ പ്രശ്നം തീരുമോ, ഒക്കെ പോട്ടെ, നമ്മുടെ ധർമ്മന്റെ പ്രശ്നം, ധർമ്മനുമായിട്ടുള്ള പ്രശ്നം തീരുമോ, ഒന്നുമില്ല. അവൻ കടം നടത്തിയോ എന്താണോന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തൊക്കെയാണോ ഇനി ഡെവലപ്മെന്റ്സ് വരുത്തി നമ്മുടെ കട മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അത് നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. അതിനു വേണ്ടി എന്തിനാ ബാലേട്ട ഇങ്ങനെ മനസ്സ് ഡള്ളാക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കേണ്ട കാര്യമുണ്ടോ. ധർമ്മേട്ടൻ എന്തിനും ഏതിനും ഒപ്പം ഞാനില്ലേ, പിന്നെ എന്തിനാ തളരുന്നേ. എന്റെ ധർമ്മേട്ടൻ തളരാൻ പാടില്ല. ധർമ്മേട്ടൻ അങ്ങനെ ആരുടെ മുന്നിലും തളരണ്ട, എനിക്കത് കാണാനോ പറ്റില്ല എന്നിങ്ങനെ ഗോമതി പറയുന്നു. ഒരു നിമിഷം ഇങ്ങനെ എന്നെ നമ്മുടെ ബാലൻ ഗോമതിയെ നോക്കി
നോക്കാണ്. എന്റെ ബാലൻ പറയുന്നുണ്ട്, "വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കണ്ട എന്റെ ഗോമതിയാണ് ഞാൻ ഇപ്പൊ കാണുന്നെ. കാരണം എന്താന്ന് വെച്ചാ എനിക്കിപ്പൊ ഇത്രയും മനസ്സിന് ധൈര്യവും ഒക്കെ സമാധാനവും ഒക്കെ തരുന്നത് നീയാ. നീ ഇപ്പൊ എന്റെ കൂടെ പണ്ടുണ്ടായിരുന്ന അതേ ആത്മധൈര്യം തന്നുകൊണ്ടാ നീ ഇപ്പൊ എന്റെ അടുത്ത് നിക്കണേ ഗോമതി" എന്ന് പറഞ്ഞ് ബാലൻ ഗോമതിയുടെ കയ്യില് പിടിക്കാണ്. കാരണം എന്ന് വെച്ചാ ബാലന് പെട്ടെന്ന് ആ തളർന്ന മനസ്സിന് ഇത്രയും ഒരു പ്രചോദനം കൊടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗോമതിക്ക് കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പുരുഷന്മാർക്ക് എന്തെങ്കിലും ഒരു വിഷമോ, സങ്കടമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ വരുമ്പോ അവര് തളർന്നു പോയാൽ നമ്മൾ അവർക്ക് ധൈര്യം കൊടുക്കുക. അതാണല്ലോ നമ്മുടെ കടമ ഭാര്യ എന്ന രീതിയില്. അതാണ് നമ്മുടെ ഗോമതി ചെയ്തത്. ഒരു ഫുൾ സപ്പോർട്ട്. തളർന്നു പോണു അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടു പോണു എന്നതിലല്ല കാര്യം. നമ്മുടെ ആ മനോധൈര്യം പഴയതിനേക്കാൾ കൂടുതൽ നമുക്ക് വേണം. ആ ധൈര്യം നമ്മള് വേണം കൊടുക്കാൻ. അത് ഏതൊരു സ്ത്രീയുടെയും ഭാര്യ എന്ന രീതിയിലുള്ള കടമ തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ ഗോമതി നമ്മുടെ ബാലന്റെ കാര്യത്തിലും ചെയ്തത്. അങ്ങനെ ബാലന് ഒരുപാട് സന്തോഷമൊക്കെ ആവാണ്. ഈ സമയത്ത് നമ്മുടെ ധർമ്മൻ കടയിൽന്ന് എന്തോ കടയിലോട്ട് പോവാനായിട്ട് എങ്ങാണ്ടാണെന്ന് റോഡിൽ കൂടെ നടന്ന് വരേണ്. അപ്പൊ നമ്മുടെ രാമേട്ടൻ അവിടെ നിൽക്കാണ്. അങ്ങനെ രാമേട്ടൻ ധർമ്മനെ കണ്ട് അവിടെ നിർത്താണ്. എന്നിട്ട് പറയുന്നുണ്ട്, "അതെ, ആഹ് ഒന്ന് നിന്നേ. അതെ, നിന്നെ ധർമ്മൻ സാറെന്ന് വിളിക്കണോ, ധർമ്മൻ മുതലാളി എന്ന് വിളിക്കണോ? എടാ നെറുകെട്ടവനെ, നീ ഒരു കട തുടങ്ങിയെന്ന് കരുതിയിട്ട് ഈ ഗോമതി സ്റ്റോർ തളർന്നൊന്നും പോവില്ല. നിനക്കവിടെ തെറ്റ് പറ്റിയെടാ. എടാ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. എടാ ബാലന്റെ കൂടെ എന്നും ഏത് സമയത്തും ഈ രാമേട്ടനുണ്ടാവും. ഏത് തളർച്ചയിലും താങ്ങാൻ. ഒരു തെറ്റ് അവൻ ചെയ്തു. ഒരു സംശയത്തിന്റെ പേരിൽ നിന്റെ കൂടെ ആ പൈസയുടെ കാര്യം ചോദിച്ചു. പക്ഷെ അതിന് ഇത്രയും വലിയൊരു തിരിച്ചടി നീ ബാലന് കൊടുക്കുമെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചില്ല. എടാ മഹാഭാവി, നിനക്കെങ്ങനെയെടാ ഇതൊക്കെ തോന്നിയത്?" ധർമ്മന്റെ കണ്ണൊക്കെ അങ്ങ് നിറയാണ്. ധർമ്മൻ അങ്ങ് പൊട്ടും പോലെ ആവാണ്. പക്ഷെ രാമേട്ടൻ നിർത്തിയില്ല. രാമേട്ടൻ പറഞ്ഞു, "എടാ നിന്നെ വളർത്തി ഒരു കുഞ്ഞനുജനെ പോലെ അല്ലെങ്കിൽ പോട്ടെ സ്വന്തം മകന്റെ സ്ഥാനം തന്നല്ലേടാ നിന്നെ അവര് വളർത്തി ഇത്രയും ആക്കി കച്ചവടവും പഠിപ്പിച്ച് ഒക്കെ ആക്കിയത്. കാര്യം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നീ ആ ദേവമംഗലം വിട്ടു പോയി. പക്ഷെ എന്നിട്ട് നീ ഇത്രയും വലിയൊരു തിരിച്ചടി ആ ബാലനും ഗോമതിക്കും കൊടുക്കുമെന്ന് മനസ്സിൽ പോലും കരുതിയില്ല" എന്നൊക്കെ രാമേട്ടൻ പറയണം ട്ടോ. അത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട്, "നീ നന്നായി വരട്ടെടാ. ഇനിയിപ്പം വേണമെങ്കിൽ നീ ഈ ഇന്ദിരാ സ്റ്റോറിന്റെ 2ഓ 3ഓ ബ്രാഞ്ച് ഇട്ടോ നീ. എടാ ഇതൊന്നും കണ്ട് ഈ രാമേട്ടനോ അല്ലെങ്കിൽ ബാലനോ ഗോമതി സ്റ്റോറിലുള്ളോ ഞങ്ങളോ ഭയക്കില്ലടാ. നിനക്ക് അവിടെ തെറ്റ് പറ്റി. നീ എത്ര നാൾ ഇത് നന്നായിട്ട് നടത്തുമെന്നുള്ളത് ഈ രാമേട്ടന് കാണണോടാ. എന്റെ ബാലനെ താങ്ങാൻ ഈ രാമേട്ടൻ കൂടെ ഉണ്ടാവൂടാ" എന്ന് പറഞ്ഞു ട്ടോ. ഇത്രയും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ധർമ്മന്റെ പിടുത്തം അങ്ങ് വിട്ടു. ധർമ്മൻ "രാമേട്ടാന്ന്" പറഞ്ഞോണ്ട് അങ്ങ് കെട്ടിപ്പിടിച്ച് കുറെ അങ്ങ് കരയാണ്. അപ്പോഴേക്കും രാമേട്ടൻ പെട്ടെന്ന് വല്ലാണ്ടായി പോണു. കാരണം ഇത്രയും പറഞ്ഞിട്ട് അവൻ എന്താ ഇങ്ങനെ ഇത്രയും സങ്കടമായി പോയത്. അപ്പോഴാണ് ധർമ്മന്റെ മനസ്സിലെ കാര്യങ്ങള്. ഉദ്ഘാടന ദിവസം അവിടെ എന്താ ഉണ്ടായതെന്ന് രാമേട്ടൻ ആരോടെങ്കിലും ചോദിക്കും. ഞാൻ ആ കട കണ്ട നിമിഷം അന്നാണ് ഞാൻ ആ നിമിഷമാണ് ഞാൻ അറിയുന്നത് ഇത് ഈ ഗോമതി സ്റ്റോറിന്റെ അടുത്താണ് കൊണ്ടുവച്ചേക്കുന്നതെന്നുള്ളത്. ഇതിന്റെയൊക്കെ പിന്നിൽ അച്ചുവേട്ടനാണ്. കട തുടങ്ങണൂന്ന് പറഞ്ഞു. അതിന്റെ പരിപാടികളും കാര്യങ്ങളും നടത്തണൂന്ന് പറഞ്ഞു. എവിടെയാ എവിടെയാന്ന് 1000 വട്ടം ചോദിച്ചു. അതൊക്കെ സസ്പെൻസ് ആണെന്നും പറഞ്ഞ് എന്നെ ആ ചതിക്കുഴി കൊണ്ടിട്ടു. എന്നിട്ടും ഞാൻ ഉദ്ഘാടന ദിവസം എനിക്ക് പറ്റില്ല. ഞാൻ കുതറി മാറാൻ നോക്കി. പക്ഷേ എന്റെ അമ്മയുടെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയി ധർമ്മേട്ടാ. ഈ ലോകത്ത് ഞാൻ ഏറ്റവും വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്റെ അമ്മയാണ്. ആ അമ്മ സത്യമായിട്ടും ഞാൻ പറയാ രാമേട്ടാ, ഞാൻ ഇതിൽ ഉത്തരവാദി അല്ല. എന്റെ അളിയനെയും എന്റെ പെങ്ങളെയും ചതിക്കാൻ ഞാൻ ഒരിക്കലും കൂട്ടു നിക്കില്ല. ഞാൻ നിക്കേയുമില്ല എന്നിങ്ങനെ നമ്മുടെ ധർമ്മൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാനാട്ടോ. എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ. അപ്പൊ രാമേട്ടൻ പറഞ്ഞു, "എടാ എടാ മോനെ, നീ എന്താ നീ ഞാൻ എന്റെ മനസ്സിലെ ഒരു വിഷമം കൊണ്ട് നിന്നോട് പറഞ്ഞില്ലേടാ. നീ ക്ഷമിക്ക്" എന്നൊക്കെ പറഞ്ഞിട്ട് രാമേട്ടൻ ധർമ്മനെ സമാധാനിപ്പിക്കാനായിട്ട്. ധർമ്മന് ഭയങ്കര സങ്കടായിപ്പോയി. അങ്ങനെ രാമേട്ടൻ പറഞ്ഞു, "സാരമില്ല. നീ അങ്ങ് വിഷമിക്കണ്ട മോനെ" എന്നൊക്കെ പറഞ്ഞ് ഇതാക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ധർമ്മൻ നേരെ കടയിൽ ചെല്ലുകയാണ്. അപ്പൊ അന്ന് അനന്തനും സോറി നമ്മുടെ അച്യുതനും രാജശ്രീയും നമ്മുടെ സുകന്യയും കൂടെ അന്നത്തെ കളക്ഷനൊക്കെ എണ്ണി ഭയങ്കര സന്തോഷായിട്ട് നിൽക്കാണ്. കാരണം ഇനി കസ്റ്റമേഴ്സിനെ ഗോമതി സ്റ്റോറിൽ വന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് ബന്ധത്തിന്റെ പേരിൽ കുറച്ചുപേരെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ബാക്കിയുള്ളവരെയൊക്കെ സുകന്യ നീ എല്ലാം വേണ്ടുന്ന പോലെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എല്ലാ ഡയറക്ഷനും കൊടുക്കുകയാണ്. സുകന്യ പൈസയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി അച്യുതന്റെ അടുത്ത് പറയുന്നുണ്ട്, "ഇന്ന് ഇത്രയും രൂപയുടെ കച്ചവടം ഉണ്ടായിരുന്നു അച്ചുവേട്ടാന്ന്." ഈ സമയത്താണ് നമ്മുടെ ധർമ്മം വരുന്നത്. ധർമ്മം വന്നിട്ട് പറഞ്ഞു, "നിങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും. കാരണം നാട്ടുകാർ
വീട്ടുകാരുടെയും അളിയന്റെയും ചേച്ചിയുടെ ഒക്കെ മുന്നിൽ ഞാനൊരു തെറ്റുകാരനായി, ഞാനൊരു നന്ദിയില്ലാത്തവനായി മാറിയില്ലേ. എന്നിട്ട് പറഞ്ഞു, അപ്പോഴേക്ക് അച്ഛൻ പറഞ്ഞു, എടാ നീ എന്തിനാടാ മോനെ ഇങ്ങനെ നെഗറ്റീവ് ചിന്തിക്കണേ, ഒരാഴ്ച രണ്ടാഴ്ച പറഞ്ഞ് അവരങ്ങ് നിർത്തട്ടെ, നിനക്ക് എന്താ അതിന് കുഴപ്പം എന്നൊക്കെ അച്യുതൻ പറഞ്ഞു. എന്റെ സുകന്യ പറഞ്ഞു, ദേ ധർമ്മേട്ട, ഇന്നത്തെ കളക്ഷൻ നല്ല അടിപൊളി കളക്ഷൻ ആട്ടോ, ഇതെന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ സുകന്യ പറഞ്ഞപ്പോ, ധർമ്മൻ നീ മുന്നോട്ട് കൊണ്ടുപോക്കോ, എന്റെ മനസ്സ് തളർന്നു, എനിക്ക് എന്റെ മനസ്സ് എന്റെ കയ്യിലില്ല, ഞാൻ ആകെ തളർന്നു പോയി, അമ്മയെ ഓർത്ത് മാത്രം ഞാൻ ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും നിന്നത് എന്നൊക്കെ ധർമ്മം പറയണം. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, എടാ മോനെ നീ ഇങ്ങനെ തളരരുത്, അവന്റെ മുന്നിൽ നീ എന്തിനാ തളരുന്നത്, എടാ നിനക്ക് സ്വന്തമായിട്ട് ഒരു കുടുംബവും ഒക്കെ ഉള്ളതല്ലേ, നീ നിന്റെ കാര്യം നോക്ക്, നീ മറ്റുള്ളവരുടെ കയ്യിൽ എത്ര നാള് കൈനീട്ടി ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് അച്യുതൻ ധർമ്മനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ ധർമ്മം പറയുന്നുണ്ട്, ഇന്ന് രാമേട്ടനെ കണ്ടോ, ആ രാമേട്ടന്റെ മുന്നിൽ ഞാൻ കരഞ്ഞു പോയി എന്നൊക്കെ ധർമ്മം പറയണേ. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, ഗോമതി സ്റ്റോർ കണ്ടുപിടിച്ചതേ അയാളെന്ന മട്ടിലാണ് ആ രാമേട്ടന്റെ നടപ്പ്, എനിക്കറിയാം. അച്യുതൻ പറഞ്ഞു, ഞാനാണെങ്കിൽ അവന്റെ കരണം നോക്കി രണ്ട് കൊടുത്തേന്ന് അച്യുതൻ പറഞ്ഞു. എന്നിട്ട് ധർമ്മനെ സമാധാനിപ്പിച്ച് വിടേണ്. അപ്പോഴേക്കും നമ്മുടെ അച്യുതൻ പറഞ്ഞു, സുകന്യ നീ അവന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചോണം, നമ്മുടെ ലക്ഷ്യം ഗോമതി സ്റ്റോർ നശിപ്പിക്കുക എന്നത് മാത്രമാണ്, യവൻ പല ഇതും ഇടും, അതിലൊന്നും നീ വീഴാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുകന്യ അച്യുതൻ ഉപദേശിക്കുന്ന ഒരു സീനാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ആര്യനും മിത്രയും റൂമിൽ ഒന്നിരിക്കുമ്പോൾ മിത്ര അടുത്ത് ചോദിക്കുന്നുണ്ട്, മിത്ര ഒന്ന് പിണങ്ങിയിരിക്കുകയാണ്. ആര്യൻ രാവിലെ പറഞ്ഞല്ലോ, എന്തിനാ ആലോകിന്റെയും എന്റെ കാര്യത്തിൽ നീ ഇടപെട്ടത് എന്ന് ചോദിച്ചല്ലോ, അതെന്തിനാ പറഞ്ഞെന്നും പറഞ്ഞ് മിത്ര ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മിത്ര ആര്യൻ ചോദിച്ചു, അതെന്തിനാ നീ ഇടപെട്ട, നീ എന്തിനാ ഇടപെട്ട? അപ്പൊ മിത്ര പറഞ്ഞു, പിന്നെ ആര്യനെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഞാൻ ചോദിക്കും, ഇടോ തന്റെ ബ്രദർ അല്ലേ അത്, താൻ എന്തിനാ അങ്ങനെ അത്രയും ഷൗട്ട് ചെയ്താ, ആരായാലും എന്താ, എന്റെ ആര്യനെ ചോദ്യം ചെയ്യുന്നത് തല്ലുന്നതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ പറഞ്ഞപ്പോ ആര്യന് ഭയങ്കര സന്തോഷമായി, കാരണം അവൾ എന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നോർത്തിട്ട്. അപ്പൊ ആര്യൻ മിത്രയുടെ അടുത്ത് ചെന്നിട്ട് പറയും, അതെ താനിപ്പോ പറഞ്ഞതേ ഒന്നും കൂടെ ഒന്ന് പറയാവോ എന്ന് ചോദിക്കുക. അപ്പൊ മിത്ര ചോദിക്കുക, എന്ത്, അത്രയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് സാന്ത്വനം 2 ഇന്നത്തെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു, ബൈ ബൈ.